ഓം ശാന്തി 9/4/2025 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ഓരോരുത്തരുടെയും നാഡി പരിശോധിച്ച് ആദ്യം അവരിൽ അല്ലാഹുവിന് മേൽ നിശ്ചയമുണ്ടാക്കൂ. പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകൂ. അല്ലാഹുവിൽ നിശ്ചയമില്ലെങ്കിൽ പിന്നെ ജ്ഞാനം നൽകുന്നത് സമയം വ്യർത്ഥമാക്കലാണ്. ചോദ്യം: ഏത് മുഖ്യമായ പുരുഷാർത്ഥമാണ് സ്കോളർഷിപ്പ് നേടുന്നതിന് അധികാരിയാക്കി മാറ്റുന്നത്? ഉത്തരം: അന്തർമുഖതയുടെ. നിങ്ങൾക്ക് വളരെ അന്തർമുഖിയായി ഇരിക്കണം. ബാബ മംഗളകാരിയാണ്. ഉപദേശം നൽകുന്നത് മംഗളത്തിനായിയാണ്. ആരാണോ അന്തർമുഖിയായ യോഗി കുട്ടികൾ, അവരൊരിക്കലും ദേഹാഭിമാനത്തിൽ വന്ന് പിണങ്ങുകയോ വഴക്കടിക്കുകയോ ചെയ്യില്ല. അവരുടെ പെരുമാറ്റം വളരെ രാജകീയവും സുന്ദരവുമായിരിക്കും. അവർ വളരെ കുറച്ചേ സംസാരിക്കൂ. യജ്ഞസേവനത്തിൽ താൽപര്യമുണ്ടാകും. അവർ ജ്ഞാനം അധികം പറയില്ല, ഓർമ്മയിലിരുന്ന് സേവനം ചെയ്യും. ഓം ശാന്തി. എപ്പോഴും കാണാറുണ്ട്, പ്രദർശിനിയിൽ സേവനം ചെയ്തതിന്റെ വാർത്ത വരുമ്പോൾ പ്രധാനപ്പെട്ട കാര്യമായ ബാബയുടെ പരിചയം, അതിൽ പരിപൂർണ നിശ്ചയം ഉണ്ടാക്കാത്തതിനാൽ ബാക്കി എന്തെല്ലാം മനസ്സിലാക്കി കൊടുക്കുന്നുവോ അത് ബുദ്ധിയിലിരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാകുന്നു. തീർച്ചയായും നല്ലത് നല്ലത് എന്ന് പറയുന്നുണ്ട്, എന്നാൽ ബാബയുടെ പരിചയമില്ല. ആദ്യം ബാബയെ തിരിച്ചറിയണം. ബാബയുടെ മഹാവാക്യമാണ്, എന്നെ ഓർമ്മിക്കൂ, ഞാൻ തന്നെയാണ് പതീത പാവനൻ. എന്നെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങൾ പതീതത്തിൽ നിന്നും പാവനമായി മാറുന്നു. ഇതാണ് മുഖ്യമായ കാര്യം. ഭഗവാൻ ഒന്നേയുള്ളൂ. ആ ഭഗവാനാണ് പതീത പാവനൻ, ജ്ഞാനസാഗരൻ, സുഖസാഗരൻ. ബാബ തന്നെയാണ് ഉയർന്നതിലും ഉയർന്നത്. ഈ നിശ്ചയമുണ്ടായാൽ പിന്നെ ഭക്തി മാർഗത്തിലെ എന്തെല്ലാം ശാസ്ത്രങ്ങൾ, വേദങ്ങൾ, ഗീത, ഭാഗവതം മുതലായവയുണ്ടോ അതെല്ലാം തെറ്റാണെന്ന് തെളിയും. ഭഗവാൻ സ്വയം പറയുന്നു, ഇത് ഞാൻ പറഞ്ഞതല്ല, എന്റെ ജ്ഞാനം ശാസ്ത്രങ്ങളിലില്ല. അത് ഭക്തി മാർഗത്തിലെ ജ്ഞാനമാണ്. ഞാനാണെങ്കിൽ ജ്ഞാനം നൽകി സദ്ഗതി ചെയ്യാനായി വന്നതാണ്. പിന്നീട് ഈ ജ്ഞാനം ലോപിച്ചു പോകും. ജ്ഞാനത്തിന്റെ പ്രാലബ്ധം പൂർത്തിയായതിനു ശേഷം വീണ്ടും ഭക്തിമാർഗം ആരംഭിക്കും. എപ്പോൾ ബാബയിൽ നിശ്ചയമുണ്ടാകുന്നുവോ അപ്പോൾ മനസ്സിലാക്കും, ഭഗവാനു വാച, ഇത് ഭക്തിമാർഗത്തിലെ ശാസ്ത്രങ്ങളാണ്. ജ്ഞാനവും ഭക്തിയും പകുതി പകുതിയാണ്. ഭഗവാൻ എപ്പോഴാണോ വരുന്നത് അപ്പോൾ തന്റെ പരിചയം നൽകുന്നു. ഞാൻ പറയുന്നു, 5000 വർഷമാണ് ഒരു കൽപ്പം. ഞാൻ ബ്രഹ്മമുഖത്തിലൂടെയാണ് മനസ്സിലാക്കി തരുന്നത്. അതിനാൽ ആദ്യം ബുദ്ധിയിൽ ഇരുത്തേണ്ട കാര്യം ഭഗവാൻ ആരാണ് എന്നതാണ്. ഈ കാര്യം ഏതുവരെ ബുദ്ധിയിൽ ഇരിക്കുന്നില്ലയോ അതുവരെ മറ്റെന്ത് മനസ്സിലാക്കി കൊടുത്തിട്ടും ഒരു ഫലവും ഉണ്ടാകില്ല. മുഴുവൻ പരിശ്രമവും ഇതിലാണ്. ബാബ വരുന്നത് തന്നെ ചിതയിൽ നിന്ന് ഉണർത്താനാണ്. ശാസ്ത്രങ്ങൾ പഠിക്കുന്നതിലൂടെ ഉണരില്ല. പരമാത്മാവ് ജ്യോതി സ്വരൂപമാണ്. അതിനാൽ കുട്ടികളും ജ്യോതി സ്വരൂപമാണ്. എന്നാൽ നിങ്ങൾ കുട്ടികളുടെ ആത്മാവ് പതീതമായിരിക്കുകയാണ്. അതിനാൽ ജ്യോതി അണഞ്ഞിരിക്കുന്നു, തമോ പ്രധാനമായിരിക്കുന്നു. ആദ്യമാദ്യം ബാബയുടെ പരിചയം നൽകാത്തതിനാൽ അഭിപ്രായം എഴുതിക്കുക മുതലായ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുവോ അതൊന്നും ഫലം ചെയ്യുന്നില്ല. അതിനാൽ സേവനം നടക്കുന്നില്ല. നിശ്ചയമുണ്ടെങ്കിൽ ബ്രഹ്മാവിലൂടെ ജ്ഞാനം നൽകുകയാണ് എന്നത് മനസ്സിലാക്കും. ആളുകൾ ബ്രഹ്മാവിനെ കണ്ട് എത്ര സംശയിക്കുന്നു, കാരണം ബാബയെ തിരിച്ചറിഞ്ഞിട്ടില്ല. നിങ്ങൾ എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഭക്തിമാർഗം കഴിഞ്ഞു പോയിരിക്കുന്നു. കലിയുഗത്തിലാണ് ഭക്തിമാർഗം. ഇപ്പോൾ സംഗമയുഗത്തിൽ ജ്ഞാനമാർഗമാണ്. നമ്മൾ സംഗമയുഗികളാണ്.
രാജയോഗം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ ലോകത്തിനായി ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യുകയാണ്. ആരാണോ സംഗമയുഗത്തിലല്ലാത്തത് അവർ ദിനം പ്രതിദിനം തമോ പ്രധാനമായി മാറും. ആ ഭാഗത്ത് തമോ പ്രധാനത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഭാഗത്ത് നിങ്ങളുടെ സംഗമയുഗം പൂർണമായിക്കൊണ്ടിരിക്കുന്നു. ഇത് മനസ്സിലാക്കേണ്ട കാര്യമല്ലേ? മനസ്സിലാക്കി കൊടുക്കുന്നവരും നമ്പർ വൈസാണ്. ബാബ ദിവസവും പുരുഷാർത്ഥം ചെയ്യിക്കുന്നു. നിശ്ചയ ബുദ്ധിയാണ് വിജയി. കുട്ടികളിൽ അളവില്ലാതെ സംസാരിക്കുന്ന ശീലം കൂടുതലാണ്. ബാബയെ ഓർമ്മിക്കുന്നില്ല. ഓർമ്മിക്കുന്നത് വളരെ കഠിനമാണ്. ബാബയെ ഓർമ്മിക്കുന്നതിനെ വിട്ട് തന്റെ തന്നെ കാര്യങ്ങൾ കേൾപ്പിച്ചുകൊണ്ടിരിക്കും. ബാബയിൽ നിശ്ചയം ഉണ്ടാകാതെ മറ്റ് ചിത്രങ്ങളിലേക്ക് പോകാൻ പാടില്ല. നിശ്ചയമില്ലെങ്കിൽ ഒന്നും മനസ്സിലാക്കില്ല. അല്ലാഹുവിൽ നിശ്ചയമില്ലെങ്കിൽ പിന്നെ സമ്പത്തിന് നേർക്ക് പോകുന്നത് സമയം പാഴാക്കലാണ്. ആരുടെയും നാഡി അറിയുന്നില്ല. ഉദ്ഘാടനം ചെയ്യുന്നവർക്കും ആദ്യം ബാബയുടെ പരിചയം നൽകണം. ഇതാണ് ഉയർന്നതിലും ഉയർന്ന ജ്ഞാനസാഗരനായ പിതാവ്. ബാബ ഈ ജ്ഞാനം ഇപ്പോഴാണ് നൽകുന്നത്. സത്യുഗത്തിൽ ഈ ജ്ഞാനത്തിന്റെ ആവശ്യം ഉണ്ടാകില്ല. പിന്നീടാണ് ഭക്തി ആരംഭിക്കുന്നത്. എപ്പോഴാണോ ദുർഗതി ഉണ്ടാകുന്നത്, അതായത് എന്റെ നിന്ന പൂർണമാകുന്നത്, അപ്പോഴാണ് ഞാൻ വരുന്നത്. പകുതി കൽപ്പം അവർക്ക് നിന്ന ചെയ്യണം. ആരുടെ പൂജയാണോ ചെയ്യുന്നത് അവരുടെ കർത്തവ്യത്തെ അറിയുന്നില്ല. നിങ്ങൾ കുട്ടികളിരുന്ന് മനസ്സിലാക്കി കൊടുക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് സ്വയം ബാബയുമായി യോഗമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് എന്ത് മനസ്സിലാക്കി കൊടുക്കും? തീർച്ചയായും ശിവബാബ എന്ന് പറയുന്നുണ്ട്. എന്നാൽ യോഗത്തിൽ ഒട്ടും തന്നെ ഇരിക്കുന്നില്ലെങ്കിൽ വികർമ്മം വിനാശമാകില്ല, ധാരണ ഉണ്ടാകില്ല. മുഖ്യ കാര്യം ഒരു ബാബയെ ഓർമ്മിക്കുക എന്നതാണ്. ജ്ഞാനിയായ ആത്മാവാകുന്നതിനോടൊപ്പം യോഗിയുമായി മാറാത്തത് ഏതു കുട്ടികളാണോ അവരിൽ ദേഹാഭിമാനത്തിന്റെ അംശം തീർച്ചയായും ഉണ്ടാകും. യോഗമില്ലാതെ മനസ്സിലാക്കി കൊടുത്തതുകൊണ്ട് ഒരു കാര്യവുമില്ല. പിന്നീട് ദേഹാഭിമാനത്തിൽ വന്ന് ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. ഞാൻ നന്നായി പ്രഭാഷണം ചെയ്യുന്നുണ്ട് എന്ന് കണ്ടാൽ കുട്ടികൾ കരുതും ഞാൻ ജ്ഞാനിയായ ആത്മാവാണെന്ന്. ബാബ പറയുന്നു, ജ്ഞാനിയായ ആത്മാവ് തന്നെയാണ്, എന്നാൽ യോഗം കുറവാണ്. യോഗത്തിന്റെ കാര്യത്തിൽ പുരുഷാർത്ഥം കുറവാണ്. ബാബ എത്ര മനസ്സിലാക്കി തരുന്നു? ചാർട്ട് വെക്കൂ. മുഖ്യമായത് യോഗത്തിന്റെ കാര്യമാണ്. കുട്ടികളിൽ ജ്ഞാനം മനസ്സിലാക്കി കൊടുക്കുന്നതിനുള്ള ലഹരിയുണ്ട്, എന്നാൽ യോഗമില്ല. യോഗമില്ലാത്തതിനാൽ വികർമ്മം വിനാശമാകില്ല. പിന്നെ എന്ത് പദവി നേടും? യോഗത്തിൽ ഒരുപാട് കുട്ടികൾ തോറ്റിരിക്കുന്നു. ഞാൻ 100% എന്ന് കരുതുന്നു. എന്നാൽ ബാബ പറയുന്നു 2%. ബാബ സ്വയം പറയുന്നു, ഭോജനം കഴിക്കുന്ന സമയത്ത് ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുന്നു, പിന്നീട് മറന്നുപോകുന്നു. സ്നാനം ചെയ്യുമ്പോഴും ബാബയെ ഓർമ്മിക്കുന്നു. ബാബയുടെ കുട്ടിയാണ്, എന്നിട്ടും മറന്നുപോകുന്നു. ഇദ്ദേഹം നമ്പർ 1 ആണ്. അപ്പോൾ തീർച്ചയായും ഇദ്ദേഹത്തിന്റെ ജ്ഞാനവും യോഗവും ശരിയായിരിക്കും. എന്നിട്ടും ബാബ പറയുന്നു, യോഗത്തിൽ വളരെയധികം പരിശ്രമമുണ്ട്. ട്രയൽ ചെയ്തു നോക്കൂ, എന്നിട്ട് അനുഭവം കേൾപ്പിക്കൂ. തയ്യൽക്കാരൻ തുണി തയ്ക്കുകയാണെങ്കിലും ബാബയുടെ ഓർമ്മയുണ്ടോ എന്ന് നോക്കണം. വളരെ മധുരമായ പ്രിയതമനാണ്. എത്രത്തോളം ഓർമ്മിക്കുന്നുവോ അത്രയും നമ്മുടെ വികർമ്മം വിനാശമാകും. നമ്മൾ സതോ പ്രധാനമായി തീരും. ഞാൻ എത്ര സമയം ഓർമ്മയിൽ ഇരിക്കുന്നുണ്ട് എന്ന് സ്വയം നോക്കണം. ബാബയോട് റിസൾട്ട് എന്താണെന്ന് പറയണം. ഓർമ്മയിൽ ഇരിക്കുന്നതിലൂടെ മാത്രമേ മംഗളം ഉണ്ടാകൂ. അല്ലാതെ അധികം മനസ്സിലാക്കി കൊടുത്തതുകൊണ്ട് മംഗളം ഉണ്ടാകില്ല. ഒന്നും മനസ്സിലാക്കുന്നില്ല. അല്ലാഹുവില്ലാതെ എങ്ങനെ കാര്യം നടക്കും?
ഒരു അല്ലാഹുവിനെ അറിയില്ല, ബാക്കിയെല്ലാം ബിന്ദു തന്നെ ബിന്ദുവാണ്. അല്ലാഹുവിനൊപ്പം ബിന്ദുവായി ഇരിക്കുന്നതിലൂടെ ലാഭം ഉണ്ടാകുന്നു. യോഗമില്ലെങ്കിൽ ദിവസം മുഴുവനും വ്യർത്ഥമാക്കുന്നു. ഇവർ എന്ത് പദവി നേടും എന്നതിൽ ബാബയ്ക്ക് അലിവ് തോന്നുന്നു. ഭാഗ്യത്തിലില്ലെങ്കിൽ ബാബ എന്ത് ചെയ്യും? ബാബ ഓരോ നിമിഷവും മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവീ ഗുണങ്ങൾ നിറയ്ക്കൂ, ബാബയുടെ ഓർമ്മയിൽ ഇരിക്കൂ. ഓർമ്മ വളരെ അത്യാവശ്യമാണ്. ഓർമ്മയിലൂടെ സ്നേഹമുണ്ടാകും. അപ്പോഴേ ശ്രീമതമനുസരിച്ച് നടക്കൂ. പ്രജകൾ അനേകമുണ്ടാകും. നിങ്ങൾ ഇവിടേക്ക് വന്നിരിക്കുന്നത് ഈ ലക്ഷ്മി നാരായണനായി മാറാനാണ്. ഇതിൽ പരിശ്രമമുണ്ട്. തീർച്ചയായും സ്വർഗത്തിലേക്ക് പോകും. എന്നാൽ ശിക്ഷകൾ അനുഭവിച്ച് പിന്നീട് അവസാനം പോയി കുറഞ്ഞ പദവി നേടും. ബാബയ്ക്ക് എല്ലാ കുട്ടികളെയും അറിയാമല്ലോ. ഏതു കുട്ടികളാണോ യോഗത്തിൽ പാകമാകാത്തത് അവർ ദേഹാഭിമാനത്തിൽ വന്ന് പിണങ്ങുകയും വഴക്കടിക്കുകയും അടികൂടുകയും ചെയ്യും. ആരാണോ ഉറച്ച യോഗികൾ അവരുടെ പെരുമാറ്റം വളരെ രാജകീയവും സുന്ദരവുമായിരിക്കും. വളരെ കുറച്ചേ സംസാരിക്കൂ. യജ്ഞസേവനത്തിൽ അസ്ഥികൾ തന്നെ ഇല്ലാതായാലും ശരി, യജ്ഞസേവനത്തിൽ തൽപരരായിരിക്കും. ഇങ്ങനെയും ചിലരുണ്ട്. എന്നാൽ ബാബ പറയുന്നു, ഓർമ്മയിൽ കൂടുതലായി ഇരിക്കൂ, എങ്കിൽ ബാബയോട് സ്നേഹമുണ്ടാകും. അതിനാൽ സന്തോഷമായിരിക്കും. ബാബ പറയുന്നു, ഞാൻ ഭാരതഖണ്ഡത്തിൽ തന്നെയാണ് വരുന്നത്. വന്ന് ഭാരതത്തെ തന്നെയാണ് ഉയർന്നതാക്കി മാറ്റുന്നത്. സത്യുഗത്തിൽ നിങ്ങൾ വിശ്വത്തിന്റെ അധികാരികളായിരുന്നു, സദ്ഗതിയിലായിരുന്നു. പിന്നീട് ആരാണ് ദുർഗതിയിലാക്കിയത്? ബ്രാക്കറ്റിൽ രാവണൻ. എപ്പോഴാണ് ആരംഭിച്ചത്? ബ്രാക്കറ്റിൽ ദ്വാപരം മുതൽ. പിന്നീട് ഒരു സെക്കൻഡ് കൊണ്ട് പകുതി കൽപ്പത്തിലേക്ക് സദ്ഗതി നേടുന്നു. 21 ജന്മങ്ങളിലേക്കുള്ള സമ്പത്ത് നേടുന്നു. അതിനാൽ എപ്പോഴാണോ നല്ല നല്ല ആളുകൾ ആദ്യമായി വരുന്നത്, അപ്പോൾ അവർക്ക് ബാബയുടെ പരിചയം നൽകൂ. ബാബ പറയുന്നു, കുട്ടികളെ, ജ്ഞാനത്തിലൂടെ മാത്രമേ നിങ്ങളുടെ സദ്ഗതി ഉണ്ടാകൂ. നിങ്ങൾ കുട്ടികൾക്കറിയാം, ഈ ഡ്രാമ സെക്കൻഡ് ബൈ സെക്കൻഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ബുദ്ധിയിൽ ഓർമ്മ നിന്നാൽ തന്നെ നിങ്ങൾ നല്ല രീതിയിൽ നിൽക്കും. ഇവിടെ ഇരിക്കുമ്പോഴും ബുദ്ധിയിലുണ്ടായിരിക്കണം, ഈ സൃഷ്ടിചക്രം എങ്ങനെയാണ് ഒച്ചിനെ പോലെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന്. സെക്കൻഡുകൾ തോറും നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഡ്രാമ അനുസരിച്ചാണ് മുഴുവൻ പാർട്ടുകളും അഭിനയിക്കുന്നത്. ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ കഴിഞ്ഞു. കറങ്ങിക്കൊണ്ടേയിരിക്കും. വളരെ പതുക്കെ പതുക്കെയാണ് കറങ്ങുന്നത്. ഇതാണ് പരിധിയില്ലാത്ത ഡ്രാമ. വൃദ്ധരുടെ ബുദ്ധിയിൽ ഈ കാര്യങ്ങൾ ഇരിക്കുകയില്ല. ജ്ഞാനവും ഇരിക്കില്ല, യോഗവും ഉണ്ടാകില്ല. എങ്കിലും കുട്ടികളാണല്ലോ. സേവനം ചെയ്യുന്നവരുടെ പദവി ഉയർന്നതാണ്. ബാക്കിയുള്ളവരുടേത് കുറഞ്ഞ പദവിയായിരിക്കും. തീർച്ചയായും ഇത് ചിന്തിക്കണം. ഇത് പരിധിയില്ലാത്ത ഡ്രാമയാണ്. ചക്രം കറങ്ങിക്കൊണ്ടിരിക്കും. റെക്കോർഡ് കറങ്ങിക്കൊണ്ടിരിക്കില്ലേ? അതുപോലെയാണ് നമ്മുടെ ആത്മാവിലും ഇങ്ങനെയുള്ള റെക്കോർഡ് നിറഞ്ഞിട്ടുണ്ട്. ചെറിയ ആത്മാവിൽ ഇത്രയും വലിയ പാർട്ട് അടങ്ങിയിട്ടുണ്ട്. ഇതിനെയാണ് അത്ഭുതം എന്ന് പറയുന്നത്. ഒന്നും കാണാനും കഴിയില്ല. ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇടുങ്ങിയ ബുദ്ധിയുള്ളവർക്ക് ഇത് മനസ്സിലാകില്ല. ഇതിൽ നമ്മൾ എന്തെല്ലാം പറയുന്നുണ്ടോ, സമയം പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പിന്നീട് 5000 വർഷങ്ങൾക്ക് ശേഷം അത് ആവർത്തിക്കും. ഇങ്ങനെ ആരും മനസ്സിലാക്കുന്നില്ല. ആരാണോ മഹാരഥികൾ, അവർ ഈ കാര്യങ്ങളിൽ ശ്രദ്ധ വെച്ച് അടിക്കടി മനസ്സിലാക്കി തരും. അതിനാൽ ബാബ പറയുന്നു, ആദ്യമാദ്യം ബാബയുടെ ഓർമ്മയാകുന്ന ഭാണ്ഡം മുറുക്കൂ. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. ആത്മാവിനിപ്പോൾ വീട്ടിലേക്ക് പോകണം. ദേഹത്തിന്റെ മുഴുവൻ സംബന്ധങ്ങളെയും ഉപേക്ഷിക്കണം. എത്ര സാധിക്കുമോ അത്രയും ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. ഈ പുരുഷാർത്ഥം ഗുപ്തമാണ്.
ബാബ വഴി പറഞ്ഞു തരികയാണ്. പരിചയവും ബാബയുടേത് നൽകൂ. ഓർമ്മിക്കുന്നത് കുറവാണെങ്കിൽ പരിചയം നൽകുന്നതും കുറവായിരിക്കും. ആദ്യം ബാബയുടെ പരിചയം ബുദ്ധിയിൽ ഇരിക്കണം. പറയൂ, തീർച്ചയായും അവർ നമ്മുടെ അച്ഛനാണ് എന്നത്. ഇനി എഴുതൂ, ദേഹസഹിതം എല്ലാം ഉപേക്ഷിച്ച് ഇനി ഒരേ ഒരു ബാബയെ ഓർമ്മിക്കണം. ഓർമ്മയിലൂടെ മാത്രമേ നിങ്ങൾ തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമായി മാറൂ. മുക്തിധാമം, ജീവൻ മുക്തിധാമങ്ങളിൽ ദുഃഖമോ വേദനയോ ഉണ്ടാകില്ല. ദിനം പ്രതിദിനം നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുകയാണ്. പരസ്പരം ഈ കാര്യങ്ങൾ തന്നെ സംസാരിക്കൂ. യോഗ്യരായും മാറണമല്ലോ. ബ്രാഹ്മണനായിട്ട് ബാബയുടെ ആത്മീയ സേവനം ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ഉപകാരമാണ് ഉള്ളത്? പഠിപ്പിനെ നല്ല രീതിയിൽ ധാരണ ചെയ്യണമല്ലോ. ഒരക്ഷരം പോലും ധാരണയാവാത്ത ഒരുപാട് പേരുണ്ട് എന്നത് ബാബയ്ക്കറിയാം. യഥാർത്ഥ രീതിയിൽ ബാബയെ ഓർമ്മിക്കുന്നില്ല. രാജാ റാണിയുടെ പദവി നേടുന്നതിൽ പരിശ്രമമുണ്ട്. ആരാണോ പരിശ്രമിക്കുന്നത് അവരെ ഉയർന്ന പദവി നേടൂ. പരിശ്രമിച്ചാലേ രാജപദവിയിലേക്ക് പോകാൻ സാധിക്കൂ. നമ്പർ 1 ആയവർക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുക. ഈ ലക്ഷ്മി നാരായണന്മാർ സ്കോളർഷിപ്പ് നേടിയവരാണ്. പിന്നീടാണ് നമ്പർ വൈസ്. വളരെ വലിയ പരീക്ഷയല്ലേ. സ്കോളർഷിപ്പ് നേടിയവരുടെ മാലയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 8 രത്നങ്ങളുടെ 8 ഉണ്ട്. പിന്നീടാണ് 100, പിന്നീടാണ് 16,000. എങ്കിൽ മാലയിൽ കോർക്കപ്പെടാൻ എത്ര പുരുഷാർത്ഥം ചെയ്യണം? അന്തർമുഖിയായി മാറുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നതിലൂടെ സ്കോളർഷിപ്പ് നേടുന്നതിന് അധികാരിയായി മാറും. നിങ്ങൾ വളരെ അന്തർമുഖിയായി ഇരിക്കണം. ബാബ മംഗളകാരിയാണ്. അതുകൊണ്ട് വഴി പറഞ്ഞു തരുന്നത് മംഗളം ഉണ്ടാകാനാണ്. മംഗളം മുഴുവൻ ലോകത്തിനും ഉണ്ടാകണം. എന്നാൽ നമ്പർ വൈസ് ആണ്. നിങ്ങളിവിടെ ബാബയുടെ അടുത്തേക്ക് പഠിക്കാനായി വന്നതാണ്. നിങ്ങളിലും ആരാണോ പഠിപ്പിൽ ശ്രദ്ധ നൽകുന്നത് അവരാണ് നല്ല വിദ്യാർത്ഥികൾ. ചിലർ തീരെ ശ്രദ്ധ നൽകുന്നില്ല. ഭാഗ്യത്തിലുണ്ടെങ്കിൽ എന്ന് ഒരുപാട് പേർ വിചാരിക്കുന്നുണ്ട്. പഠിക്കണമെന്ന ലക്ഷ്യമേ ഇല്ല. അതിനാൽ കുട്ടികൾ ഓർമ്മയുടെ ചാർട്ട് വെക്കണം. നമുക്ക് ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം. ജ്ഞാനം ഇവിടെ തന്നെ ഉപേക്ഷിച്ചാണ് പോവുക. ജ്ഞാനത്തിന്റെ പാർട്ട് പൂർത്തിയാകുന്നു. ആത്മാവ് എത്ര ചെറുത്, അതിലെത്ര പാർട്ടാണ്. അത്ഭുതമല്ലേ? ഇത് മുഴുവനും അവിനാശിയായ ഡ്രാമയാണ്. ഇങ്ങനെ നിങ്ങൾ അന്തർമുഖിയായി മാറി തന്നോട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കൂ. എങ്കിൽ നിങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ടാകും. അതായത് ബാബ വന്ന് ആത്മാവ് ഒരിക്കലും വിനാശമാകില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കേൾപ്പിക്കുന്നു. ഡ്രാമയിൽ ഓരോ മനുഷ്യരുടെയും ഓരോ വസ്തുവിന്റെയും പാർട്ട് അടങ്ങിയിരിക്കുന്നു. ഇതിനെ അനന്തം എന്ന് പറയില്ല. അവസാനം എന്തെന്നറിയാം. എന്നാൽ ഇത് അനാദിയാണ്. എത്ര വസ്തുക്കളുണ്ട്. ഇതിനെ അത്ഭുതം എന്ന് പറയണം. ഈശ്വരന്റെ അത്ഭുതം എന്ന് പറയാൻ കഴിയില്ല. ഭഗവാൻ പറയുന്നു, എന്റെയും പാർട്ട് ഇതിലടങ്ങിയിട്ടുണ്ട്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. യോഗത്തിൽ വളരെയധികം പരിശ്രമമുണ്ട്. കർമ്മം ചെയ്യുമ്പോൾ എത്ര സമയം ബാബയുടെ ഓർമ്മ നിലനിൽക്കുന്നുണ്ട് എന്നത് ട്രയൽ ചെയ്ത് നോക്കണം. ഓർമ്മയിലിരിക്കുന്നതിലാണ് മംഗളമുള്ളത്. മധുരമായ പ്രിയതമനെ വളരെ സ്നേഹത്തോടെ ഓർമ്മിക്കണം. ഓർമ്മയുടെ ചാർട്ട് വെക്കണം. 2. സൂക്ഷ്മ ബുദ്ധിയായി ഈ ഡ്രാമയുടെ രഹസ്യത്തെ മനസ്സിലാക്കണം. ഇത് വളരെ വളരെ മംഗളകാരിയായ ഡ്രാമയാണ്. നമ്മൾ എന്താണോ പറയുന്നത്
അഥവാ ചെയ്യുന്നത് അത് വീണ്ടും 5000 വർഷങ്ങൾക്ക് ശേഷം ആവർത്തിക്കും. ഇതിനെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കി സന്തോഷമായി ഇരിക്കണം. വരദാനം: തന്റെ ശ്രേഷ്ഠമായ ജീവിതത്തിലൂടെ പരമാത്മാ ജ്ഞാനത്തിന്റെ പ്രത്യക്ഷ തെളിവ് നൽകുന്നവരായ മായ പ്രൂഫ് ആയി ഭവിക്കൂ. സ്വയത്തിൽ പരമാത്മ ജ്ഞാനത്തിന്റെ പ്രത്യക്ഷ തെളിവാണ് മായ പ്രൂഫായി മാറുന്നത്. താങ്കളുടെ ശ്രേഷ്ഠമായ പവിത്ര ജീവിതം തന്നെ പ്രത്യക്ഷ തെളിവാണ്. എത്ര വലിയ അസംഭവ്യമായ കാര്യമാണ് സംഭവ്യമാക്കി മാറ്റിയത്. അതാണ് പ്രവൃത്തിയിലിരുന്നു കൊണ്ടും ഉപരാമമായിരിക്കുക. ദേഹം ദേഹത്തിന്റെ ലോകത്തിലെ സംബന്ധങ്ങളിൽ നിന്നും വേറിട്ടിരിക്കുക. പഴയ ശരീരത്തിലെ കണ്ണുകളിലൂടെ പഴയ ലോകത്തിലെ വസ്തുക്കളെ കണ്ടുകൊണ്ടും കാണാതിരിക്കുക. അതായത് സമ്പൂർണ്ണ പവിത്ര ജീവിതം ജീവിക്കുക. ഇതാണ് പരമാത്മ പ്രത്യക്ഷത ചെയ്യാനുള്ള അല്ലെങ്കിൽ മായ പ്രൂഫായി മാറാനുള്ള സഹജമാർഗം. സ്ലോഗൻ: അറ്റൻഷൻ ആകുന്ന കാവൽക്കാരൻ നല്ലതാണെങ്കിൽ അതീന്ദ്രിയ സുഖമാകുന്ന ഖജനാവ് കൊള്ളയടിക്കപ്പെടില്ല. അവ്യക്ത സൂചന: കമ്പൈൻഡ് സ്വരൂപത്തിന്റെ സ്മൃതിയിലൂടെ സദാ വിജയിയായി മാറൂ. ബാബയെ കമ്പാനിയനാക്കി മാറ്റി. എന്നാൽ ഇപ്പോൾ ബാബയെ കമ്പൈൻഡ് സ്വരൂപത്തിൽ അനുഭവം ചെയ്യൂ. ഈ സ്മൃതിയുടെ അനുഭവം വീണ്ടും വീണ്ടും ഓർമ്മയിലേക്ക് കൊണ്ടുവരുമ്പോൾ സ്മൃതി സ്വരൂപമായി മാറാം. വീണ്ടും വീണ്ടും പരിശോധിക്കൂ, കമ്പൈൻഡ് ആണല്ലോ, അകന്നില്ലല്ലോ. എത്രത്തോളം കമ്പൈൻഡ് സ്വരൂപത്തിന്റെ അനുഭവം വർദ്ധിപ്പിക്കുന്നുവോ അത്രയും ബ്രാഹ്മണ ജീവിതം വളരെ വിചിത്രവും ആനന്ദത്തിന്റെ അനുഭവം ഉണ്ടാവുകയും ചെയ്യും. ഓം ശാന്തി.